ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മോദി സർക്കാരിനെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ച അപ്രതീക്ഷിത സമരം യഥാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നതിപ്പോൾ കോൺഗ്രസിനെയും ലീഗിനെയുമാണ്. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പ്രക്ഷോഭത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കാര്യത്തിലും UDF-ൽ ഭിന്നത രൂക്ഷമാണ്. പിണറായി സർക്കാരിനെതിരെ പോരാടുന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് പിണറായിമൊത്ത് ഡൽഹിയിൽ സമരം നടത്തുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ലീഗിലെ ഒരു വിഭാഗത്തിനും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത്. എന്നാൽ ലീഗിലെ മറുവിഭാഗത്തിന് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. മോദി സർക്കാരിനെതിരായ സമരത്തിൽ നിന്നും UDF വിട്ടുനിൽക്കുന്നത് ഇടതുപക്ഷത്ത് നിന്ന് ആത്യന്തികമായി ഗുണം ചെയ്യുമെന്നാണ് ഈ വിഭാഗത്തിന്റെ വാദം. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലാണ് ഇടതുപക്ഷവും UDF-ഉം എന്നതിൽ ഡൽഹി സമരത്തിൽ പങ്കെടുക്കുന്നതിൽ അത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുമെന്ന ആശങ്ക കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുമുണ്ട്. ഇക്കാര്യത്തിൽ ദേശീയ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ കേരളത്തിലെ ഘടകം തയ്യാറായിട്ടില്ല. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള സംഭാവന ചെയ്ത സംസ്ഥാനം എന്നതിനാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ തീരുമാനം അംഗീകരിക്കാൻ ദേശീയ നേതൃത്വവും നിർബന്ധരായിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രിയായ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും ഇതിനകം തന്നെ ഇടതുപക്ഷം കത്തുകൾ നൽകിയിട്ടുണ്ട്. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒഴികെയുള്ള മറ്റു പാർട്ടികൾ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിനിധികളെ അയക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ സംഭവിച്ചാൽ അതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും. ഫെബ്രുവരി 8-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രക്ഷോഭം നടക്കുന്നത്. മന്ത്രിമാരും MLA-മാരും MP-മാരും ഉൾപ്പെടെയാണ് ഈ സമരത്തിൽ ഭാഗമാകുക. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിൽ ഇത്തരമൊരു വലിയ പ്രക്ഷോഭത്തിന് ഇടതുപക്ഷം തയ്യാറായിരിക്കുന്നത്. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും കടമെടുപ്പ് പരിധി കുറച്ചുമെല്ലാം അവഗണനയുടെ തെളിവായി സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇതിനെതിരെ രാജ്യ തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം നടത്തുന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സമരം നടക്കുന്ന അതേ ദിവസം കേരളത്തിലെ ബൂത്ത് തലത്തിൽ ഗൃഹസന്ദർശനം നടത്താനും ഇടതുപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരേ സമയം BJP-യെയും UDF-നെയും വെട്ടിലാക്കുന്ന രാഷ്ട്രീയ കരുനീക്കമാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൃത്യമായ അജണ്ട നിശ്ചയിച്ചാണ് ഓരോ സ്റ്റെപ്പും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. മോദി സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താൻ UDF തയ്യാറാകുന്നില്ലെന്ന പ്രചരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് തീർച്ചയായും പ്രതിരോധത്തിലാക്കുന്നത് തന്നെ ചെയ്യും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ച മതന്യൂനപക്ഷ വോട്ടുകളിൽ എത്ര ശതമാനം ഇത്തവണ UDF-ന് കിട്ടുമെന്നതും കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. BJP വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന തൃശൂരിലും ഇനി ഇടതുപക്ഷവും BJP-യും തമ്മിലാകും നേർക്കുനേർ ഏറ്റുമുട്ടുക. മുസ്ലിം വോട്ടുകൾ നിർണായകമായ കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ സിറ്റിംഗ് MP-മാർക്ക് ചങ്കിടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ മണ്ഡലം പിടിച്ചെടുക്കാനും ശക്തമായ നീക്കമാണ് ഇടതുപക്ഷം നടത്തുന്നത്. സമസ്ത ലീഗ് ഭിന്നത വർദ്ധിച്ചതും UDF നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ്. 20-ൽ 15 സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് ഇടതുപക്ഷം മുന്നോട്ടു പോകുന്നത്. അതിനായുള്ള തന്ത്രങ്ങളും അണിയറയിൽ റെഡിയാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരിക്കും എന്തായാലും ഇടതുപക്ഷത്തിന്റെ നീക്കം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.